എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ആഴ്ചകളുടെയും മാസങ്ങളുടെയും പേര് പഠിക്കാം. ആദ്യം ആഴ്ചകളുടെ പേര് പഠിക്കാം. ദിൻ, അപ്പം ഇതൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അക്ഷരം പഠിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഇത് എങ്ങനെയാണ്, ഏതൊക്കെ അക്ഷരം ഉപയോഗിച്ചിട്ടാണ്, എങ്ങനെയാണ് ചിഹ്നം എങ്ങോട്ട് ഏത് ഭാഗത്ത് വരണം, എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ആദ്യത്തെ ആഴ്ചയുടെ പേര് ഞായർ എന്നാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം നമുക്ക് ഹിന്ദിയിലത് രവിവാർ എന്നാണ് പറയുക. രവിവാർ എഴുതുന്ന രീതി ശ്രദ്ധിക്കണം. ഏതൊക്കെ അക്ഷരമാണ് ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. ഈ രവിവാറിന് ഇത്തവാർ എന്ന് കൂടി പറയുന്നു. ഇത്തവാർ. അടുത്തതാണ് സോമവാർ. അടുത്തത് സോമവാർ എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച. അടുത്തത് മംഗൽവാർ. കണ്ടോ, മാ എന്നെഴുതി മേലെ ഒരു ബിന്ദി. മംഗൽവാർ. അപ്പോൾ ഇതിനെ മംഗൽവാർ എന്ന് പറയുന്നത് ഇത് ചൊവ്വാഴ്ചയാണ്. അടുത്തത് ബുധവാർ. ഭൂ കണ്ട, ഇങ്ങനെയാണ് ഭൂ എന്നെഴുതുന്നത്, ഹ്രസ്വം. പിന്നെ എഴുതുക ബുധ. കണ്ട, ബുധവാർ. ഇത് ബുധനാഴ്ചയാണ്. ഇനി അടുത്തത് ഗുരുവാർ, വ്യാഴാഴ്ച. ഇവിടെ എഴുതേണ്ട രു. ഗുരുവാർ. ഇതൊക്കെ പഠിച്ചതാണ്, ഓർമ്മിച്ചാൽ എളുപ്പത്തിൽ എഴുതാം. ഗുരുവാറിന് ഇത് വ്യാഴാഴ്ചയാണ്. ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ബൃഹസ്പതിവാർ എന്നാണ് പറയുക. ബൃ ഹ സ്പ സ് പ. ബൃഹസ്പതി വാർ. ബൃഹസ്പതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ബൃഹസ്പതി എന്ന് കേട്ടിട്ടില്ലേ? ബൃഹസ്പതി, ഗുരു, വ്യാഴം കേട്ടിട്ടില്ലേ? ഇതാണ് ബൃഹസ്പതി. അപ്പം ഗുരുവാർ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച. ഇനി അടുത്തത് ശുക്രവാർ. ശ എന്നിങ്ങനെ എഴുതുന്നു. ഇതാ ശു ഇങ്ങനെയായി അല്ലേ? ശുക്ര. കാ എഴുതി ഇതാ ഇവിടെ ഒരു വര എഴുതുന്നു. അപ്പോൾ ശുക്രനായി. ശുക്രവാർ എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച. അടുത്തത് ശനിവാർ. നീ എങ്ങനെ എഴുതുന്നു? ഇടതുഭാഗം വള്ളി അല്ലേ? ശനിവാർ. കണ്ടല്ലോ. അപ്പം ദിൻ എന്ന് പറഞ്ഞാൽ ഡേയ്സ് അല്ലെ, അവസ്ഥ എന്നുകൂടി പറയും. ഇവിടെ രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ. അങ്ങനെ 7 ആഴ്ചകളുടെ പേരും നമ്മൾ മനസ്സിലാക്കിയെടുത്തു. ഇനി അടുത്തത് നമുക്ക് മാസങ്ങൾ പഠിക്കാം. മഹീനോं का नाम. മാസത്തിന് എന്നാ പറയുക? മഹീന. മഹീനോ ഉണ്ടാ, കുറേ മാസങ്ങളുള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നത്. മഹീനോം അല്ലേ? നാം എന്ന് പറയുമ്പോൾ പേര്. അപ്പോൾ ഇവിടെ ആരുടെ പേരാ? മാസങ്ങളുടെ. കണ്ടാ, കാ. ഈ 2 പദങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ ഈ കാ എന്ന് ഉപയോഗിച്ചു. കണ്ടല്ലേ? ഇത് പിന്നീട് ഞാൻ ചോദിക്കും. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക സംഭവം. ഇതെല്ലാം പിന്നീട് പഠിക്കാനുള്ളതാണ്. അത് നമുക്കറിയുന്നത് പരിചയമുള്ള വാക്കുകളൊക്കെ ഒന്ന് പഠിച്ചെടുക്കാം. ശരി, നിങ്ങൾക്കറിയാം മഹീനകൾ ഏതൊക്കെയാണ്? മലയാളത്തിൽ അറിയാം അല്ലേ? ജനുവരി, ഫെബ്രുവരി എന്നൊക്കെയാണെന്ന് അറിയാം. അപ്പം നമുക്ക് ഹിന്ദിയിലോട്ടൊക്കെ പഠിക്കാം. എളുപ്പമല്ലേ? ശരി.
അപ്പം ആദ്യത്തെ മാസം ജനുവരി. അടുത്തത് ഫെബ്രുവരി. എന്ന് പറയുമ്പോൾ ഫ എന്ന് എഴുതിയിട്ട് ഇവിടെ ഒരു ബിന്ദി വേണം. ഫെബ്രുവരി. അടുത്ത മാസം മാർച്ച്. കണ്ടോ, അതിൻ്റെ ഒരു ചിഹ്നം കൂടി വേണം, മാർച്ച്. പിന്നെ ഏപ്രിലിന് നമ്മൾ അപ്രൈൽ എന്ന് പറയും ഹിന്ദിയിൽ. അപ്രൈൽ ഇങ്ങനെ എഴുതുക, അല്ലേ, അപ്രൈൽ. അടുത്തത് മെയ് എന്നാണ് മലയാളത്തിൽ പറയുക നമ്മൾ. മലയാളം മാസമല്ല, ശരിക്ക് ഇംഗ്ലീഷ് മാസങ്ങളാണ്. മലയാള മാസങ്ങൾ മേടം, മിഥുനം ഇതൊക്കെയാണെന്നറിയാം. എങ്കിലും ഞാൻ ഏറ്റവും സരളമായ രീതിയിൽ, അതായത് നമുക്ക് മനസ്സിലാവണമല്ലോ, എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ മനസ്സിലാവുക. അപ്പോൾ അങ്ങനെ പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പം അല്ലേ, അപ്പോൾ എന്താ പറയുന്നു, മെയ്ക്ക് എന്ന് പറയും. അടുത്ത മാസം ജൂൺ. അതിന് കുഴപ്പമൊന്നുമില്ല, അതേപോലെ തന്നെ പറയും, ജൂൺ. ഇനി അടുത്തത് ജൂലൈ. ഹ്രസ്വമാണ് കേട്ടോ കുട്ടികളെ, അല്ല, ജൂലൈ. അടുത്ത മാസം ആഗസ്റ്റ് എന്നാണ് അല്ലേ. അപ്പം നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ പഠിക്കാം, അഗസ്റ്റ്. എന്ന് എഴുതുന്നു, സാപകുതി ത, അഗസ്റ്റ്. പിന്നെ സിതംബർ. കണ്ടോ, ഇടതുഭാഗം വള്ളി, സിതം. കണ്ടോ, അവിടെയും എന്ത് വരുന്നുണ്ട്, ബിന്ദി അല്ലേ, സിതംബർ. അടുത്ത മാസം അക്ടോബർ. കാപകുതി ത, അക്ടോബർ അല്ലേ, അക്ടോബർ. പിന്നെ നവംബർ. ഇവിടെയും ബിന്ദി വരുന്നു അല്ലേ, നവംബർ. ഏത് ബായ ഉപയോഗിക്കുന്നതൊക്കെ മനസ്സിലായില്ലേ. ഓരോ അക്ഷരവും ശ്രദ്ധിച്ച് മനസ്സിലാക്കി എഴുതണം. നവംബർ. പിന്നെ അടുത്തത് ഏതാണ്, നവംബർ, ഡിസംബർ. അതിന് നമ്മൾ ഡിസംബർ എന്ന് പറയും, ഡിസംബർ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. महीनों का नाम: जनवरी, फरवरी, मार्च, अप्रैल, मई, जून, जुलाई, अगस्त, सितंबर, अक्टूबर, नवंबर, ഡിസംബർ. അപ്പം ഞാനിതൊന്നും മലയാളത്തിൽ നിങ്ങളോട് പറയുന്നില്ല, കാരണം നിങ്ങൾ ഹിന്ദിയിൽ തന്നെ പഠിക്കണം, മലയാളത്തെ ആശ്രയിക്കണ്ട. അപ്പോൾ നിങ്ങൾ ശരിക്ക് ഇത് പറയുന്നത് നിങ്ങൾ ശ്രവിച്ച് കേൾക്കണം, അല്ലാണ്ട് ഒരു ക്ഷമയോടുകൂടി നിങ്ങൾ ഇത് കണ്ട് പഠിക്കണം. കണ്ടും കേട്ടും എഴുതിയും ഒക്കെ പഠിക്കണം, എങ്കിലേ നമുക്കിത് ഒരിക്കലും മായാത്ത വിധത്തിൽ മനസ്സിൽ പതിയുകയുള്ളൂ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ശരി, ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും ആത്മാർത്ഥമായി പഠിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.